ഹായ് സോൾസ്. സോ ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. ഈ ഫുൾ മൂൺ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ കുറേ ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്, ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നു. ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്, കൂടെ നിങ്ങളെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് റീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജിക്ക് മാച്ച് ചെയ്ത് ടാപ്പ് ചെയ്ത് വരുന്നതാണ്. സോ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ലൈക്ക് നിങ്ങൾക്ക് അതിൻ്റെ റെസനേറ്റഡായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇനി റെസനേറ്റിംഗ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരു കാർഡ് ചാടി നിൽക്കുന്നുണ്ട്. 8 ഓഫ് വാൻസ് ആണ്. 8 ഓഫ് വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാർഡ് വീണിട്ടുണ്ട്. ഓക്കെ, 8 എഗെയിൻ 8 ആണ്. നമുക്കറിയാം ഈ ഒരു മന്തും 8 ആണ്. ഓക്കെ, കുറച്ച് ശബ്ദങ്ങൾ പുറത്തുനിന്നുണ്ട്, കാരണം വീട് റോഡ് സൈഡിലായതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കണേ. 8 ഓഫ് സോഡ്സ് ആൻഡ് 8 ഓഫ് വാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ തടവറയിൽ കിടക്കുന്ന പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണലി നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അവർ നാർസിസിസ്റ്റ് എന്നൊക്കെ പറയുന്ന ക്യാരക്ടറുള്ള പേഴ്സൺസ് ആയിരിക്കാം. പക്ഷേ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്, ലൈക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ സാധിക്കില്ല, അവരുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളെ കെട്ടിയിട്ടേക്കാണ് അവർ. 8 ഓഫ് സോഡ്സും അതുപോലെ തന്നെ 8 ഓഫ് വാൻസും കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ പോലും അവർ, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ലൈക്ക് ശരിക്കും നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർ നന്നായി നമ്മൾ ഉപദ്രവിക്കും, മെൻ്റലിയും എല്ലാ രീതിയിലും ഉപദ്രവിക്കും. പിന്നെ പിറ്റേ ദിവസം അവർ ഭയങ്കര സ്നേഹം കാണിക്കും, ഹണിമൂൺ ഫേസ് പോലെ. അപ്പോൾ ആ ഹണിമൂൺ ഫേസിലാണ് നമ്മൾ എപ്പോഴും ബ്ലോക്ക് ചെയ്ത് കിടക്കുക. കാരണം അങ്ങനെ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ലൂപ്പ് പോലെ പെട്ടുപോകും. പിന്നെയും അവരവരുടെ സ്വഭാവം കാണിക്കും. പിറ്റേ ദിവസം എക്സാമ്പിൾ പറഞ്ഞു തരാം, ജയഹോ ഫിലിം പോലെയാണ്. അവർ നന്നായിട്ട് അടിക്കും പിടിക്കുകയൊക്കെ ചെയ്യും. പിറ്റേ ദിവസം ഫുഡ് വാങ്ങിത്തരും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വിളിക്കും, ഓക്കെ നല്ല സ്നേഹം, അതാണ് ചില സമയത്ത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഏതൊരു പേഴ്സണും ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ ചോയ്സ്, എന്താ പറയുക, അതൊരു ഹാബിറ്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ ഞാൻ നിന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും മെൻ്റലായിട്ടുള്ളൊരു സമാധാനപരമായിട്ടുള്ള ലൈഫ് ഒരിക്കലും ഉണ്ടാവില്ല. അതാണോ വേണ്ടത്, അത് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുള്ള ജീവിതമാണോ വേണ്ടത് എന്ന് നിങ്ങളുടെ കയ്യിലാണ് ചൂസ് ചെയ്യാനുള്ളത്. ബിക്കോസ് കുറേ പേര് ഈ കർമ്മയിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 8 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. 8 ഓഫ് വാൻസും ഉണ്ട്. നിങ്ങളിലേക്ക് പല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇതിൽ കിടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല. കണ്ണൊക്കെ കെട്ടിവെച്ചേക്കണം അവർ, കണ്ണ് കൈയൊക്കെ കെട്ടിവെച്ചേക്കുന്നത്. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ, കാരണം നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈ സോഡ്സുകളൊക്കെ അടുപ്പിച്ചിട്ടല്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊട്ടിച്ച് പോകാനുള്ള സാധിക്കും. പക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കും ഞാൻ ഇതിൽ പെട്ടുപോയി. 8 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പെട്ടുപോയി, ഇനി എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. 4 ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോമ്പിനേഷൻസ്. എംബ്രർ എന്ന് പറയുന്ന പേഴ്സൺ, ഈ ഒരു പേഴ്സൺ ഭയങ്കര ഇമോഷണലി അവർക്ക് അവൈലബിൾ ആവാൻ സാധിക്കുക. അവർക്ക് ഇമോഷണലി എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്നറിയില്ല. സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. എക്സ്പ്രസ് ചെയ്യാതെ പിന്നെ കുറേ മരിച്ചു പോയിട്ട് നമ്മൾ സ്നേഹം കാണിച്ചിട്ട് കാര്യമുണ്ട്. ഉള്ള സമയത്താണ് നമ്മൾ എന്താണോ നമുക്കുള്ളത് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോഴല്ലേ ആ ഒരു ലൈഫ് ഒന്ന് ബെറ്റർ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ ഒരു എംബ്രർ എന്നൊരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ കാണിക്കുന്നത്. കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട്, അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങനത്തെ ഒരു പേഴ്സൺസാണ്. റിലേഷൻഷിപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സെൽഫ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിരിക്കില്ല. ഓക്കെ, എഗെയിൻ 7 ഓഫ് കപ്സ് ആണ്. കുറച്ച് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ മായാലോകത്ത്, ഇതൊക്കെയാണ് ലൈഫിൽ വലിയ സംഭവം എന്നാണ് കരുതുന്നത്. കുറേ പൈസ, കുറേ ലക്ഷറി ലൈഫാണ് ലൈഫിലെ ഏറ്റവും വലിയ സംഭവം എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ലക്ഷറി ലൈഫല്ല നിങ്ങൾക്ക് സമാധാനം തരുന്നത്, നല്ല എനർജീസ് ഉള്ള ഒരു സർക്കിളായിരിക്കും. ഓക്കെ അല്ലേ, കുറേ പേര് ഉണ്ടായിട്ട് കാര്യമല്ല, നല്ല എനർജിയുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് ഭയങ്കര വൈബ്രേഷൻസ് ഓഫ് പീസ് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എഗെയിൻ 7 ആണ് വന്നിട്ടുള്ളത്. ഈ കാർഡ്സുകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. 7 എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള നമ്പറാണ്. എഗെയിൻ 2 കാർഡ്സ്, ഭയങ്കര ഹെവി എനർജി ആട്ടോ ഈ ഫുൾ മൂൺ എനിക്ക് ഫീൽ ചെയ്തത്. കാർഡ്സ് എടുക്കുമ്പോഴേക്കും അതൊക്കെ നടത്തുന്നതാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. എഗെയിൻ ഒരു കാർഡും കൂടി ഇരിക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ബോട്ടം നമുക്ക് നോക്കാം. ഇവിടെ ഡെത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡെത്തും
കാർഡും കാണിക്കുന്നുണ്ട്. ഡെത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ട്രാൻസ്ഫോർമേഷനാണ് ലൈഫിൽ. വളരെ ബിഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. പക്ഷേ ആ ട്രാൻസ്ഫോർമേഷൻ അത്ര ഈസി ആയിരിക്കില്ല. പെട്ടെന്നാണ് നിങ്ങൾ ജോലി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ പെട്ടെന്ന് വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. ആ ഒരു എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നതാണ്. അല്ലെങ്കിൽ ആ വലിയ രീതിയിൽ മാറ്റം വരും നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവില്ല. ഭയങ്കര പെയിൻ. ഈ ഡെത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതിനൊരു 1 year 2 year ഒക്കെ വേണ്ടി വരും. അതൊന്നും കാര്യം മനസ്സിലാക്കി വരാനൊക്കെ അല്ലേ. അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പഴയ സംസ്കാരം അല്ലെങ്കിൽ പഴയ സ്വഭാവം അത് എന്താ പറയുക, ഭൂമിയിലേക്ക് കൊടുക്കുക, ലൈക്ക് അത് കൊടുത്തു കളഞ്ഞ് യൂണിവേഴ്സിലേക്ക് കൊടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക. ഓക്കെ. കാരണം ഇനി ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ബാലൻസ് ആണ് ലൈഫിൽ. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഭയങ്കര ബാലൻസിലും സ്റ്റെബിലിറ്റി എനർജിയിലേക്കും വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചീറ്റിങ്, നിങ്ങളുടെ ഓഫീസിലോ കൊളീഗ്സിൻ്റെ വഴി ചീറ്റിങ് കിട്ടാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിട്ടിയോ അങ്ങനെ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ കൊണ്ടിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. നല്ല രീതിയിൽ ചതി കൂടുതൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. 7 വന്നിട്ടുണ്ട്. അതുപോലെ ഫാമിലി മെമ്പേഴ്സിനായിട്ടൊക്കെ ഫൈറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. 5 of Wands ഉണ്ട്, 6 ഉണ്ട്, 4 5 6 ഒരു 7 8 അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എസെൻഷ്യൽ കോഡ് പോലെയാണ്. അങ്ങനെ 1 2 3 4 എന്നൊക്കെ വരുന്ന എസെൻഷ്യൽ കോഡാണെന്നാണ് പറയുക. അതിനൊരു മീനിങ് ഉണ്ടായിരിക്കും, ഒരു പാറ്റേൺ പോലെ. ഓക്കെ. കിങ് ഓഫ് കപ്സും കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് നിങ്ങൾ ഡീൽ ചെയ്യണമെങ്കിൽ അവരെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജി ഒന്ന് ഹൈ വൈബ്രേഷനിലേക്ക് എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് കിങ് ഓഫ് കപ്സ് എനർജിയിലൊരു പേഴ്സൺസ് വരുന്നുണ്ട്. അപ്പോൾ ആൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം കുറച്ച് ഇങ്ങനെയായിരിക്കാം, അറിയുന്നുണ്ടാവില്ല എന്താണ് ഇനി സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരാൾ ഭൂമിയിലേക്ക് വരുമ്പോൾ കപ്പിൾ ഉണ്ടായിരിക്കും, അവർ പാർട്ട്ണർ എന്തായാലും ഉണ്ടായിരിക്കും. ഒരാൾ ഒറ്റയ്ക്ക് ലോകത്തേക്ക് വിടില്ല. പിന്നെ ചിലവർക്ക് ഈ ബ്രഹ്മചര്യം, സെലിബസി ലൈഫ്, സ്പിരിച്വൽ ഹീലർ, മാസ്റ്റേഴ്സ്, അസെൻഡന്റ് മാസ്റ്റേഴ്സ് ഒക്കെ ആകാൻ വേണ്ടിയുള്ളവർക്കായിരിക്കും അങ്ങനെ കപ്പിൾ ഇല്ലാതെ ഉണ്ടാവുക. ബാക്കി എല്ലാവർക്കും ഇണകൾ ഉണ്ടായിരിക്കും. ഒരാളും അപ്പോൾ പക്ഷികളിലെ നോക്കിയാൽ കാണാം, അവർക്ക് ഇണകൾ ഉണ്ടായിരിക്കും. ഇണകളില്ലാതെ ഒരാളും ഭൂമിയിലേക്ക് കൊണ്ടുവിടില്ല. ഭയങ്കര ബോർ ലൈഫ് ആയിരിക്കുമല്ലോ. കാരണം നമുക്ക് കൂടുതൽ കാർമിക് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്സ് വരുന്നത് ഈ ഒരു കപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഡീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവർ ഡീൽ ചെയ്യുന്നത് കാർമിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്. പാസ്റ്റ് ലൈഫ് ട്രോമാസാണ്. നമ്മുടെ ഉള്ളിലും ആ ഒരു ട്രോമ ഉണ്ടായിരിക്കും. നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ചെറുപ്പകാലത്ത് നിന്ന് നമ്മൾ അനുഭവിച്ചു വന്നത്, പിന്നെ നമ്മുടെ അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയത്, നമ്മുടെ അമ്മാമ്മയിൽ നിന്ന് നമ്മളേക്ക് കിട്ടിയ ജനറേഷണൽ കേഴ്സസ്, ജനറേഷണൽ ട്രോമ. ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മീൻസ് ഒരു 3-4 ജനറേഷൻ ബാക്കിലുള്ള അമ്മാമ്മയിൽ നിന്ന് അമ്മയിലേക്ക് അവരുടെ ആ ഒരു കർമ്മ ബാഗേജ് കൊടുക്കുന്നു. എഗെയിൻ അത് മോളിലേക്ക് കൊടുക്കുന്നു. മോളത് മോളുടെ കുട്ടിയിലേക്ക് കൊടുക്കുമ്പോൾ ചിന്തിക്കുകയാണ് ഇത് ഇങ്ങനെ പാറ്റേൺ പോകാൻ പാടില്ല, ഐ ഷുഡ് ബ്രേക്ക് ദ പാറ്റേൺ. എന്നിട്ട് അവിടെ ക്ലെൻസിങ് അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്തിട്ട് ആ ഒരു ജനറേഷണൽ കേഴ്സസ് അല്ലെങ്കിൽ ജനറേഷനായിട്ട് വരുന്ന നമ്മുടെ ശാപങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കുറേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതുണ്ടെങ്കിൽ, ജോലി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, നമ്മുടെ പാറ്റേണിൽ വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ മാറും. നമ്മൾ ജീവിച്ചു വരുന്ന ശൈലിയിൽ നിന്ന് വരുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കും, എനർജി അല്ലേ. അപ്പോൾ എനർജി എവിടെ നിന്നാണ് വരുന്നത് ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ മാത്രം ക്യാരക്ടറാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഓരോ ദിവസവും കൂടുതൽ നിങ്ങളെ മെച്ചപ്പെടുത്തുക, ഭംഗി വരുത്തുക. നിങ്ങളുടെ സ്വഭാവത്തിൽ ഇന്നർ വർക്കാണ് ധാരാളമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഔട്ടറിൽ അതിൻ്റെ ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്യുക. ഇന്നർ വർക്കിൻ്റെയാണ് ഫലമായിട്ട് നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് പുറത്ത് കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നല്ല രീതിയിൽ ക്ലിയർ ആകുമ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റ് പുറത്ത് കാണിക്കുന്നതാണ്. ജോലിപരമായിട്ടും എല്ലാ രീതിയിലും. ഇപ്പോൾ ഞാൻ ഒരു 28 day പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നവർക്ക് അതിൻ്റെ വ്യത്യാസമുണ്ട്. ഞാനും അതിൻ്റെ കൂടെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, അതുപോലെ എല്ലാ മിറാക്കിൾസും ലൈഫിൽ വരുന്നുണ്ട്. ആക്ഷൻ എടുക്കുന്നിടത്ത് ടേക്ക് ആക്ഷനാണ്. നമ്മൾ ആക്ഷൻ എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ കുറേ കൊല്ലം നിങ്ങളതിൽ സ്പെൻഡ് ചെയ്ത് റിഗ്രറ്റ് ചെയ്ത് ജീവിക്കരുത്. ആക്ഷൻ എടുക്കുന്നിടത്ത് ആക്ഷൻ എടുക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ കൈത്താങ്ങ് വരും. അപ്പോൾ ഇതിൽ ഫൈറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. മിസ്കമ്മ്യൂണിക്കേഷൻ്റെ സമയമാണ് ഇപ്പോൾ. സാറ്റേൺ റിട്രോഗ്രേഡ് ഉണ്ട്, മെർക്കുറി റിട്രോഗ്രേഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം
ആ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സൈലൻസ് ആണ് ഏറ്റവും ബെറ്റർ. സൈലൻസിൽ തന്നെ കുറേ അൺസെറ്റ് വേർഡ്സ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ മിണ്ടാതിരിക്കുക, കാരണം ഫൈറ്റിംഗ് എനർജി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ള ബാലൻസ് പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. ചീറ്റിംഗ് വരുന്നുണ്ട്, മേ നിങ്ങളോട് ആരെങ്കിലും പറ്റിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറയുന്നതായിരിക്കാം. ശ്രദ്ധിക്കുക. ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ്. നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. അതാണ് 8 എന്ന് പറഞ്ഞാൽ അത്രയും കർമ്മ ഉണ്ട്. അപ്പോൾ കർമ്മ മെഡിറ്റേഷൻസ് ചെയ്യാം, DNA ഹീലിംഗ് ഒക്കെ ചെയ്യാം. നിങ്ങൾ DNA ചേഞ്ചസ് വരുത്തുമ്പോൾ അതും നല്ലതായിരിക്കും. അതുപോലെ ഹെൽത്ത് ഇഷ്യൂ വരുന്ന സമയമാണ്. അതുപോലെ എല്ലാ രീതിയിലും ട്രിഗർ എനിക്ക് പേഴ്സണലി എപ്പോഴും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഫാദർ വൂൺസ് ആണ്. അപ്പോൾ അവരിൽ നിന്ന് ഒരു അൺഹീൽഡ് ആയിട്ടുള്ളൊരു ഫാദർ ആയിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് കുറേ ട്രിഗേഴ്സ് വരുന്നുണ്ട്, നമ്മൾക്കും വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഹീൽ ചെയ്താൽ മാത്രമാണ് ഇനി ഞാൻ മാരേജ് ചെയ്ത് പോകുമ്പോൾ കാണുന്നവർക്കും ഫാദർ വൂൺസും മദർ വൂൺസും വരുന്നുണ്ടായിരിക്കും. അതാണ് നമുക്കും കൂടി വന്നിട്ട് പറയാൻ വരുന്ന അവസരം. അപ്പോൾ നിങ്ങളെല്ലാം അത് ശ്രദ്ധിക്കുക, ഹീൽ ചെയ്യുക. ഫാദർ വൂൺസും മദർ വൂൺസും ഒക്കെ മിറർ എക്സസൈസ് വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഫുൾ മൂൺ എന്താണ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് മൂണോളജി കാർഡും കൂടി എടുക്കാം. ഇതാണ് നിങ്ങൾക്ക് കറൻ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി കാണിക്കുന്നത്. ഭയങ്കര ഹെവി എനർജിയാണ്, ട്രിഗേഴ്സ് ഉണ്ട്, കൺഫ്യൂഷൻ എനർജി ഉണ്ട്. നമുക്ക് തന്നെ ഇതും നമ്മൾ ഡീൽ ചെയ്ത ട്വിൻ ഫ്ലെയിം ആണോ അല്ലെങ്കിൽ നമ്മൾ നല്ല കറക്റ്റ് പേഴ്സൺ ആണോ എന്നുള്ള ഡൗട്ട് വരുന്ന സമയമാണ്. ബിക്കോസ് അങ്ങനെയാണ് അവരുടെ ബിഹേവിയർ, കാരണം അവർ അത്രയും അൺഹീൽഡ് ആണെന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് എന്ത് മെസ്സേജസ് ആണ് കളക്റ്റീവായിട്ട് ഈ ഒരു ഫുൾ മൂൺ, ബ്ലൂ മൂൺ ആണ്, വൺസിൻ്റെ ബ്ലൂ മൂൺ കണ്ടില്ലേ, നീലക്കുറിഞ്ഞി പോലത്തെ പൂക്കളൊക്കെ പൂക്കുന്നത് നീല കളറല്ലേ. ബ്ലൂ മൂണിൻ്റെ സമയമൊക്കെ നമ്മളാണ് ഈ ബ്ലൂ കളർ സാധനങ്ങൾ കൂടുതലായിട്ട് കാണുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്ത് മെസ്സേജസ് ആണ് യൂണിവേഴ്സ് കളക്റ്റീവായിട്ട് ഈ കാണുന്ന വീഡിയോ കാണാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെസ്സേജ്, എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പുതിയ രീതിയിലുള്ള കരിയറിലാണെങ്കിൽ, ജോലിപരമായിട്ട്, ഫിനാൻസിൻ്റെ പരമായിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം വരികയാണ്. ന്യൂ മൂൺ ആണ് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്, മീൻസ് കുറച്ച് ബാലൻസ് ആവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ബാലൻസ് കൊണ്ടുവരണം. ഒരിക്കലും നിങ്ങളുടെ പ്രൈഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലോക്കായി നിൽക്കരുത്. എനിക്കിതുണ്ട്, എനിക്ക് ഈ കാറുണ്ട്, അവനതില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു എന്നെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു ഈഗോ നിങ്ങളുടെ ലൈഫിൽ മുന്നേറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും താഴ്ന്നു പോകും. നിങ്ങളെപ്പോഴും ഈക്വാലിറ്റിയിൽ പോകും. എല്ലാവരും ഒരേ സോൾസ്, ഒരു യൂണിവേഴ്സിൽ നിന്ന് വന്ന മക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള കഴിവുകൾ യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലെപ്പോഴും നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ പല ബ്ലോക്സുകളും വരും, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ. യെസ്, ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, നിങ്ങൾ നല്ല വ്യക്തിയാണെന്ന് പറയുന്നത്. ഇത് ഫുൾ മൂൺ ഇൻ വിർഗോ ആണ്, ഫുൾ മൂൺ ഇൻ പൈസസ്, ഫുൾ മൂൺ ഇൻ ലിയോ മെസ്സേജസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ന്യൂ മൂൺ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എഗെയിൻ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻസ്. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ വൺ മീറ്റ് ചെയ്യാനും മാരേജ് പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ബാലൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് മേ ബി പുതിയൊരു പാർട്ട്ണർ, നല്ലൊരു ഹൈ വൈബ്രേഷൻ ഒരു പേഴ്സണുമായി. ന്യൂ മൂൺ ഇൻ ലീബ്രയാണ്, ലീബ്ര ബാലൻസ് ആണ്. ലീബ്ര നല്ല സോഡിയക് സൈൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ബാലൻസ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഹെഡ് കാണിക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് ഈ മൂണോളജി മെസ്സേജസ് ഇന്നത്തെ റീഡിങ്സ് തരുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിലൊരു ക്യൂൻ ഓഫ് വാൻസ് എനർജി ഉള്ള ഒരു ഫീമെയിൽ ഫിഗർ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. മേ ബി മദർ ഇൻ ലോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റർ ഇൻ ലോ ആയിരിക്കാം, മേ ബി അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലും പെയിൻ തരുന്ന ഒരു ഫീമെയിൽ ഫിഗർ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജി ആയിരിക്കും. ഒരു ആണിൻ്റെ ഉള്ളിലും ഒരു സ്ത്രീ എനർജി ഉണ്ടായിരിക്കും, അതും ആയിരിക്കാം. നിങ്ങൾക്കാണ് അറിയുള്ളൂ. നിങ്ങൾക്കത് റെസനേറ്റ് ആയി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ടാരോ റീഡിങ്സ് വേണമെങ്കിൽ എന്നിൽ നിന്ന് ബൈ ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് മെസ്സേജ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ടാരോ റീഡിംഗ് വേണമെങ്കിൽ റീഡിങ്സ് എടുക്കാം. പേയ്മെൻറ്റ്സ് ഞാൻ വാങ്ങുന്നതാണ്. അക്യുറേറ്റ് ആയിരിക്കും, വർത്ത് ആയിരിക്കും. കാരണം എൻ്റെ ലൈവ് റീഡിംഗ് വരെ ചെയ്തിട്ട് എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ട്, ചേച്ചി ലൈവ് റീഡിങ്ങിൽ പോലും വായിക്കുന്ന കാര്യങ്ങൾ വളരെ അക്യുറേറ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ്. ബിക്കോസ് എനിക്ക് സൈക്കിക്കായി കിട്ടിയൊരു എബിലിറ്റിയാണ് ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. കോഴ്സായി പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, സൈക്കിക്കായി കിട്ടിയതിന് ശേഷം ഞാനതൊരു കോഴ്സ് പോലെ ചെയ്തത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെർത്തായിട്ടുള്ള ഒരു മെസ്സേജസ് ആയിരിക്കും എനിക്ക് തരാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാരോ കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നന്നായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ടാരോ റീഡിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാം. പിന്നെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അസുഖങ്ങളായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ, വീട്ടിൽ എപ്പോഴും പ്രശ്നം, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കരിയർ, റിലേഷൻഷിപ്പ്, അങ്ങനെ എന്ത് ഇഷ്യൂ ആണെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിംഗ് 7 days ആണ് ഹീലിംഗ് ചെയ്യുക.
ഇപ്പോൾ 5 പേർക്കായി ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ഓൺ ഗോയിങ് ആണ് എൻ്റെ ഡിസ്റ്റൻസ് ഹീലിംഗ്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കോൺടാക്ട് ചെയ്യാം. ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ട്, അതിങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഞാൻ തന്നെ ഹീൽ ചെയ്ത് തരുന്നതാണ്. പിന്നെ കുറച്ച് മെഡിറ്റേഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, അത് ഫോളോ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് അല്ലെങ്കിൽ അഫോമേഷൻസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ സ്വിച്ച് വേർഡ്സ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. കോളിങ് എടുക്കുന്നില്ല, ബിക്കോസ് പേഴ്സണൽ ഹീലിങ്ങിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഹീൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടൈം പീരീഡ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ടൈം പീരീഡ് കുറച്ച് ക്രൂഷ്യൽ ആയതുകൊണ്ട് കോൾസേ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുകയാണെങ്കിൽ താഴെ ഒന്ന് മെസ്സേജ് ചെയ്യൂ, റെസനേറ്റഡ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, യു ക്യാൻ ലീവ് ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു. വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഇതാണ് ഫുൾ മൂൺ മെസ്സേജസ് എന്ന് പറയുന്നത്. ബ്ലൂ മൂൺ ആണ്. നിങ്ങൾക്ക് ഇന്ന് ബ്ലൂ മൂൺ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. അറിയുന്ന രീതിയിലൊക്കെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ബാലൻസ് കൊണ്ടുവരിക. ഒരിക്കലും നിങ്ങൾക്ക് ഈഗോ അല്ലെങ്കിൽ ഗ്രീഡ് കൂടി നിൽക്കരുത്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡാണ് വേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലായ്മകൾ ഉണ്ടാവില്ല. നിങ്ങൾ ഇല്ലായ്മകളെ ഫോക്കസ് ചെയ്യുമ്പോൾ അതാണ് കൂടുതൽ വരിക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യുമ്പോൾ ലൈഫിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ വരിക. ഓക്കെ, സോ താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.